ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി 2 മുതിർന്ന IPS ഓഫീസർമാർ SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്വാധീനം തുടർന്നാൽ ഉറപ്പായും പേര് പറയുമെന്നും VD സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയ 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ SITയുടെ മീതെ, SITയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയും അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ദയവീത് അവരതിൽ നിന്ന് പിന്മാറണം. മുഖ്യമന്ത്രിയുടെ ഓഫീസും പിന്മാറണം. ഇല്ലെങ്കിൽ ഞങ്ങൾ അവരുടെ ഈ 2 മുതിർന്ന 2 IPS ഉദ്യോഗസ്ഥരുടെ പേര് വിവരം വെളിപ്പെടുത്തേണ്ട ഗതികേടിലേക്ക് പറയാൻ പാടില്ല നോർമൽ കേസ്. പക്ഷേ ഇത് അവർ തുടർന്നാൽ ഉറപ്പായിട്ട് പേര് പറയും. സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളെ CPIMന് ഭയമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ പുരാവസ്തു കള്ളക്കടത്തുകാരാണ്. വൻ സ്രാവുകളെ SIT വലയിലാക്കണമെന്നും രമേശ് ചെന്നിത്തല ആലപ്പുഴയിൽ പറഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ SIT ഇനി വൈകാൻ പാടില്ല. യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും സ്വൈരവിഹാരം നടത്തുകയാണ്. 500 കോടി രൂപയിലധികം വില ഉള്ള ആന്റിക്സ് ആയിട്ടാണ് ഇത് വിറ്റത് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരം. ഈ വൻ സ്രാവുകളെ വലയിലാക്കാൻ SIT ശ്രമിക്കേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.